നമസ്കാരം. ഒരു ദിവസമെങ്കിലും പണവുമായി ബന്ധപ്പെട്ട ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കാത്തവർ ഉണ്ടാവുന്നതല്ല. ജീവിതത്തിൽ വിവിധ ദുരിതങ്ങൾ ഉണ്ട് എങ്കിലും കടം വാങ്ങുകയും അവ തിരിച്ചടയ്ക്കുവാൻ സാധിക്കാതെ വരുന്നതും വലിയ ദുരിതങ്ങൾ ജീവിതത്തിൽ വരുത്തുന്നതിന് കാരണമായി തീരും. കടവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ ജീവിതത്തിൽ ഇല്ലാതാകുവാൻ ചില പൊടിക്കൈകളെ കുറിച്ച് പരാമർശിക്കുന്നതാകുന്നു. ഇവയെ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ മാറാത്തതായ ദുരിതങ്ങളില്ല. ഇവ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് പനിക്കൂർക്കയെ കുറിച്ചാകുന്നു. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഇവ വളർത്തുന്നത് ഉത്തമമാകുന്നു. ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് ഈ ചെടിയെക്കുറിച്ച് പരാമർശിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ലക്ഷ്മി ദേവി ഈ ചെടിയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ അത്രമേൽ പ്രാധാന്യം ആ സസ്യത്തിനുണ്ട്. ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടത് അനിവാര്യവുമാകുന്നു. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വീടുകളിൽ നിറയുവാൻ ഏറ്റവും ഉത്തമമാണ് ഈ സസ്യം. പ്രധാന വാതിലിന്റെ ഇരുവശത്തായും ഇവ നട്ടു വളർത്തേണ്ടത് അനിവാര്യമാകുന്നു. ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യമാണ് ഇത്. അതിനാൽ തന്നെ ആ വീടുകളിൽ കടബാധ്യതകൾ കുറയുവാനും സാമ്പത്തികപരമായ തടസ്സങ്ങൾ ദുരിതങ്ങൾ കുറയുവാനും ഭാഗ്യം വർദ്ധിക്കുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ പനിക്കൂർക്ക നിങ്ങളുടെ വീടുകളിൽ വളർത്തുന്നത് കടബാധ്യതകൾ കുറയുന്നതിനും കടങ്ങൾ വരാതെ തടയുന്നതിനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ്. എന്നാൽ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു സസ്യം മുല്ലയാണ്. ലക്ഷ്മി നാരായണ പ്രീതിയുള്ള സസ്യം എന്ന പ്രത്യേകത മുല്ലയ്ക്കുണ്ട്. അതിനാൽ തന്നെ ഈ സസ്യം വീടുകളിലുണ്ട് എങ്കിൽ അവിടെ ലക്ഷ്മി നാരായണ പ്രീതി സാന്നിധ്യം നാൾക്ക് നാൾ വർദ്ധിക്കും. എവിടെ നാരായണൻ അഥവാ ശ്രീഹരി വസിക്കുന്നുവോ അവിടെ ലക്ഷ്മി ദേവിയും വസിക്കുന്നു എന്നാണ് പറയുക. മുല്ലയുടെ സുഗന്ധത്താൽ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുകയും ചെയ്യും. ഭാഗ്യം വർദ്ധിക്കും. അതോടൊപ്പം മനസമാധാനം ആ വീടുകളിലേക്ക് വന്നു ചേരും. അതിനാൽ ഏവരും മുല്ല വീടുകളിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. പടിഞ്ഞാറ് ദിശയിൽ പ്രധാനമായും ഇവ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. കാരണം ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾ നട്ടുവളർത്തി പരിപാലിക്കുന്നതിലൂടെ ആ വീടുകളിലെ കടബാധ്യതകൾ നാൾക്ക് നാൾ കുറയുന്നതിനും ഭാഗ്യം ഇരട്ടിക്കുന്നതിനും മനഃശക്തി വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി പോകുന്നതിനും സഹായകരം തന്നെയാകുന്നു. മറ്റൊരു സസ്യം തുളസിയാണ്. സനാതനധർമ്മ വിശ്വാസപ്രകാരം തുളസി വീടുകളിൽ ഉണ്ടാകുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. വടക്ക് കിഴക്ക് കിഴക്ക് എന്നീ ദിശകൾ തുളസി വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിശകൾ തന്നെയാകുന്നു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം തുളസിത്തറ വീടിന് അനിവാര്യമാണ് എന്ന കാര്യമാകുന്നു. ലക്ഷ്മി ദേവിയുടെ മുടിയാണ് തുളസി. അതിനാൽ നാം പ്രത്യേകമായി വീടുകളിൽ പരിപാലിക്കണം എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർത്തിരിക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവ പരിപാലിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഏവർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ് നിത്യവും തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുക എന്ന കാര്യം. ഏകാദശി ദിവസം ഒഴിച്ച് മറ്റു ദിവസങ്ങളിൽ തീർച്ചയായും ദേവിക്ക് ജലം അർപ്പിക്കാവുന്നതാണ്. കൂടാതെ നിത്യവും 3 തവണ നിങ്ങൾ തുളസിയെ വലം വയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ കടബാധ്യതകൾ കുറയും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. കുടുംബത്തിന് ഉയർച്ച വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തീർച്ചയായും തുളസി ഇപ്രകാരം നിങ്ങൾ വീടുകളിൽ വളർത്തുവാൻ അഥവാ ഉണ്ട് എങ്കിൽ ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞളിന്റെ പ്രാധാന്യം പലർക്കും അറിയാം. വടക്ക് അഥവാ വടക്ക് പടിഞ്ഞാറ് ദിശ ഏറ്റവും ഉത്തമമാണ് ഈ സസ്യം വളർത്തുവാൻ. ദേവി സാന്നിധ്യമുള്ള വീടുകളിൽ മാത്രമേ
വളരൂ എന്നതാണ് വാസ്തവം. അതിനാൽ ദേവി സാന്നിധ്യമില്ല, കടാക്ഷമില്ല എങ്കിൽ ആ വീടുകളിൽ മഞ്ഞൾ വളരുവാനുള്ള സാധ്യതകൾ വളരെ കുറവാകുന്നു. ആരോഗ്യപരമായ ഉയർച്ച, അതേപോലെ തന്നെ ശത്രുദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറയ്ക്കുവാനും സഹായകരമാണ് ഈ സസ്യം വീടുകളിൽ വളർത്തുന്നതിലൂടെ നമുക്ക് വന്നു ചേരുക. കടബാധ്യതകൾ കുറയ്ക്കുവാൻ സാധിക്കും. കടം വന്നു ചേരാതിരിക്കുവാനും സഹായകരമാണ് ഈ സസ്യം. അതായത് വീടുകളിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് ചുരുക്കം. കുടുംബത്തിൽ ഐക്യം, സമാധാനം വന്നു ചേരും. ഉയർച്ചയ്ക്ക് അത് സഹായകരമായി തീരും. പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും പുതിയ രീതിയിൽ തന്നെ ചിന്തിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് മുളയാണ്. മുള നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് മുള വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. തെക്ക് പടിഞ്ഞാറ് മുള അഥവാ മഞ്ഞമുള പ്രധാനമായും വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ വീടുകളിൽ ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കുവാനും ശത്രുദോഷത്തെ അകറ്റുവാനും സഹായകരമാണ് ഇപ്രകാരം മഞ്ഞ നിറത്തിലുള്ള മുള വീടുകളിൽ നട്ടു വളർത്തുന്നത്. നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ ഒഴിവാക്കുവാൻ സാധിക്കും. കടം വരാതിരിക്കുവാൻ സഹായകരമാണ് ഈ സസ്യം. ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും വീടുകളിൽ വളർത്തുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് വാഴയാണ്. വാഴ വീടിന്റെ മുൻവശത്ത് വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. വിഷ്ണു ഭഗവാന്റെ പ്രതീകം കൂടിയാണ് വാഴ. ഉയർച്ച വന്നു ചേരുവാനും കടബാധ്യതകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനും സഹായകരമായി തീരും ഈ സസ്യം. ഗേറ്റിന് സമീപം നടുന്നതും ഏറ്റവും ശുഭകരമാണ്. കാരണം ദൃഷ്ടിദോഷം ഒഴിവാക്കുന്നതിനും ശത്രുദോഷത്തെ ഒഴിവാക്കുന്നതിനും അഥവാ തരണം ചെയ്യുവാനും സഹായകരമാണ് ഈ സസ്യം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ വാഴ വീടുകളിൽ വളർത്തുവാൻ ഏവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് മണി പ്ലാന്റ് ആകുന്നു. പോസിറ്റീവ് ഊർജം വീടുകളിൽ വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് മണി പ്ലാന്റ്. ഏത് ദിശയിലും വയ്ക്കാവുന്ന സസ്യം എന്ന പ്രത്യേകത മണി പ്ലാന്റിനുണ്ട്. എന്നിരുന്നാലും കിഴക്ക് അഥവാ വടക്ക് ദിശയിൽ ഇവയെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നതിലൂടെ പെട്ടെന്ന് ഫലങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം വളർത്തുന്നത്. കൂടാതെ സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുന്നതിനും ലക്ഷ്മി കുബേര കടാക്ഷം അനുഗ്രഹം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരുവാനും സഹായകരമാണ് ഈ സസ്യം. പച്ച നിറത്തിലുള്ളവ കൂടുതലായി നടുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക. മറ്റൊരു സസ്യം ശംഖുപുഷ്പമാണ്. ഞാൻ പറയാതെ തന്നെ പ്രാധാന്യം ഏവർക്കും അറിയാം. ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമം. സകല ദേവതാ പ്രീതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന പുഷ്പം. അത്രമേൽ പ്രാധാന്യമുണ്ട് ശംഖുപുഷ്പത്തിന്. വടക്ക്, കിഴക്ക് എന്നീ ദിശകൾ നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശയാകുന്നു. നീല ശംഖുപുഷ്പമാണ് എങ്കിൽ സകല ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയും എന്നാണ് പറയുക. വെള്ളയാണ് എങ്കിൽ ലക്ഷ്മി പ്രീതി ആ വീടുകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായി തീരും. കടബാധ്യതകൾ ഒഴിയുന്നതിനും ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരുന്നതിനും സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരമാണ് ഈ സസ്യം. ഭാഗ്യം വർദ്ധിപ്പിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ നട്ടു വളർത്തേണ്ടതായ ഒരു സസ്യം എന്ന പ്രാധാന്യവും ശംഖുപുഷ്പത്തിനുണ്ട്. തീർച്ചയായും ഈ സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ കടവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമാകുന്നു.